ഏറ്റവും വലിയ ഒരു മഹനീയമായിട്ടുള്ള പരിപാടിയാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഗാസയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യത്തക്കവണ്ണമുള്ള ഏതൊരു ഹൃദയാലോചനയെയും സങ്കടക്കടലിൽ എത്തിക്കുന്ന അതീവ ദാരുണമായിട്ടുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിരുന്നു. യുദ്ധം പാലസ്തീനോടാണോ, ഹമാസിനോടാണോ, അതല്ല ഗാസയിലെ ആശുപത്രികളോടാണോ, അഭയാർത്ഥി ക്യാമ്പുകളോടാണോ? ആശുപത്രികളാണ് ആക്രമിക്കപ്പെട്ടത് മുഴുവൻ. അവിടെ മാത്രം മരിച്ച 12,000-ഓളം പേരിൽ 40% പിഞ്ചു കുട്ടികൾ, ഇൻക്യുബേറ്ററിൽ ഇരിക്കുന്ന കുട്ടികളുടെ പോലും നേരെ മിസൈലുകളും മാരകായുധങ്ങളും പാഞ്ഞെന്ന് അവരെ കൊന്നൊടുക്കുന്ന അതിഭീകരമായ ചിത്രം ലോകയുദ്ധ ചരിത്രത്തിൽ പോലും സമാനതകളില്ലാത്തതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ കോൺഗ്രസ് പാർട്ടി, അതുമായി ബന്ധപ്പെട്ട് ഈ വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക മത നേതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും, ഈ പോരാട്ടത്തിൽ എത്രയോ ഇന്ന് തുടങ്ങിയതല്ല, നമുക്കറിയാം. സ്വതന്ത്രപൂർവ്വ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ നമുക്കറിയാം ഇത് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മഹാത്മാഗാന്ധിയാണ് സത്യത്തിലെ പാലസ്തീൻ കാര്യത്തിൽ ഒരു നയം രൂപപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയത്. ഗാന്ധിജി വളരെ വ്യക്തമായ രീതിയിൽ പലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം അറബികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്ക് മുന്നോട്ട് പോകാവൂ എന്ന നയം മുന്നോട്ട് വെച്ച് വന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവിടെ പറഞ്ഞു സുധാകരൻ